ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം സൗദി നാഷണൽ ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ഈ ഒരു നാഷണൽ ഡേയോടനുബന്ധിച്ച് ഇവിടെ ഒരുപാട് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഫയർ വർക്ക്സ്, അതേപോലെ തന്നെ ഫോക്ക് ഡാൻസസ്, പിന്നെ ഈ കാറൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. ഇതേപോലെ സൗദി നാഷണൽ ഫ്ലാഗ് വെച്ചിട്ട് എല്ലാ കാറുകളും ഇവിടെ സൗദീസ് അലങ്കരിച്ചിരുന്നു. പിന്നെ ഇപ്രാവശ്യം 94th സൗദി നാഷണൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ 4 ദിവസം അവധി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒഫീഷ്യലായിട്ട് സെപ്റ്റംബർ 23 തന്നെയായിരുന്നു അവധി. ബട്ട് ഫ്രൈഡേ മുതൽ ഇവിടെ ഗവൺമെൻറ് സെക്ടേഴ്സിനൊക്കെ അവധിയായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 20 to 23 വരെ ഇവിടെ ഫുൾ ഹോളിഡേ ആയിരുന്നു. എന്ന് വെച്ചാൽ ഫുൾ ഹാപ്പിനെസ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ഒരു 4 ദിവസം ഇവിടെ. ആക്ച്വൽ സൗദി നാഷണൽ ഡേ വാസ് ഓൺ സെപ്റ്റംബർ 23, ബട്ട് സെപ്റ്റംബർ 20 മുതൽ തന്നെ ഇവരെല്ലാവരും സൗദി നാഷണൽ ഡേ സെലിബ്രേഷൻ മോഡിലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, റോഡ്സൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം നാഷണൽ ഡേയോടനുബന്ധിച്ച് ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അൽ നദീം പാർക്കാണ്, തബൂക്ക് റീജിയനിൽ തന്നെ. അപ്പോൾ ഈ ഒരു പാർക്കിൽ നാഷണൽ ഡേയോടനുബന്ധിച്ച് ഫയർ വർക്ക്സ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു ആക്ച്വലി. അപ്പോൾ വീട്ടിൽ നിന്നൊരു 8 മണി ആയപ്പോഴേക്കും നമ്മൾ പുറപ്പെട്ടിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുമല്ലോ. കാരണം ഈ ഒരു ടൈമിൽ ഓൾമോസ്റ്റ് ഫാമിലി എല്ലാം പുറത്തുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും, ഇവിടെ എല്ലാവരും ബിൽഡിങ്ങൊക്കെ ഒരു ഗ്രീൻ കളറ് ആയിട്ടാണ് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു റോഡ് സൈഡിലൊക്കെ കംപ്ലീറ്റ് ഫ്ലാഗ് വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പുറപ്പെട്ട കാരണം നമുക്ക് അവിടെ കറക്റ്റായിട്ട് പാർക്കിംഗ് ഒക്കെ കിട്ടി. അപ്പോൾ ഇതേപോലെ തന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു ബിൽഡിങ്ങൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫയർ വർക്ക്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം മാത്രമേ പാർക്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് നല്ലൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ കിട്ടി, ഫയർ വർക്ക്സ് അവിടെ ഇരുന്ന് കാണുവാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു ഫയർ വർക്ക്സ് തുടങ്ങണേക്കാട്ടി മുന്നേ തന്നെ ഒരു ഡ്രോൺ പോലെ ഒരു എന്തോ ഒരു മെഷീൻ അങ്ങോട്ട് പോയി. എന്നിട്ട് അതാണ് സിഗ്നൽ തന്നത് ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായെന്ന് പറഞ്ഞ്. പിന്നെ 9 to 9:05 വരെയായിരുന്നു കേട്ടോ ഈ ഒരു ഫയർ വർക്ക്സിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട്. നമ്മളെപ്പോലെ തന്നെ ബാക്കിയുള്ള ഫാമിലീസും നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് തന്നെയായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം. പിന്നെ സാവകാശം ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ അവരെല്ലാം റെഡിയായി. പിന്നെ ഇതേപോലെ കുട്ടികളൊക്കെ കാറിൻ്റെ മേലെയൊക്കെ കയറി ഇരുന്നിട്ടായിരുന്നു കേട്ടോ ഫയർ വർക്ക്സ് കണ്ടിരുന്നത്. ഒരുപാട് സന്തോഷം തോന്നി ഇത് കണ്ടപ്പോൾ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതേപോലെ കാണാറുണ്ട്, പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ നല്ലൊരു പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കുറേയധികം പോലീസ് ഇവിടെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു ഈ ടൈമിൽ. പിന്നെ ഇതേപോലെ സർവീസ് റോഡിലൊക്കെ ഒരുപാട് ആൾക്കാർ കാറ് പാർക്ക് ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷെ അതൊന്നും പോലീസ് അവിടെ അനുവദിച്ചിരുന്നില്ല. എല്ലാവരും ഇതേപോലെ പാർക്കിൽ തന്നെയായിരുന്നു കേട്ടോ ഫയർ വർക്ക്സ് നോക്കി നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങളും ഇതേപോലെ ഫയർ വർക്ക്സ് ഒരുപാട് നേരം കണ്ടു. ഏകദേശം ഒരു 5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പലതരം വ്യത്യസ്ത കളറിലും അതേപോലെ തന്നെ ഇവിടെ കുട്ടികളുടെ ഈ ആഹ്ലാദ പ്രകടനമൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ അതേപോലെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇവരുടെ ഈ ഒരു ഗ്രീൻ അതേപോലെ വൈറ്റ് ആ ഒരു കളർ കോഡിലായിരുന്നു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നാഷണൽ ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് സൗദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം നാട്ടുരാജ്യങ്ങളുടെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. പിന്നീട് ഈ ഒരു നാട്ടുരാജ്യങ്ങളെല്ലാം കൂടി യൂണിഫൈ ചെയ്ത ദിവസമാണ് സൗദി നാഷണൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു യൂണിഫിക്കേഷൻ ഡേ ആണ് കേട്ടോ ഈ സൗദി നാഷണൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെപ്റ്റംബർ 23 അപ്പോൾ ഇതൊരു നോൺ റിലീജിയസ് ഹോളിഡേ ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ നോൺ റിലീജിയസ് ഹോളിഡേയ്സ് ആയിട്ട് ഇവിടെ 3 വേറെ ദിവസങ്ങളും ഉണ്ട്. അതായത് ഒന്ന് സൗദി നാഷണൽ ഡേ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ, പിന്നെ വരുന്നത് സൗദി ഫൗണ്ടിങ് ഡേ ആണ് കേട്ടോ. പിന്നെ അതേപോലെ സൗദി ഫ്ലാഗ് ഡേയും ഉണ്ട്. അപ്പോൾ ഇതാണ് 3
ആക്ച്വൽ നോൺ റിലീജിയസ് ഹോളിഡേ സൗദിക്കാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സൗദി നാഷണൽസിനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇവരൊക്കെ ഫുൾ ഇവിടെ സെലിബ്രേഷനാണ് ഈ ദിവസങ്ങളിലെല്ലാം. ഈ 94th നാഷണൽ ഡേക്ക് മാത്രമായിരുന്നു തോന്നുന്നു കേട്ടോ 4 ദിവസം അവധിയൊക്കെ കിട്ടിയത്. മുന്നേ ഇവിടെ അങ്ങനെയൊന്നും കിട്ടാറില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 23 ഇവിടെ സൗദി ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി GEA ഇവിടെ സൗദി നാഷണൽ ഡേ ആയിട്ട് 4 ഡേയ്സ് അവധി പ്രഖ്യാപിച്ചത്. ഇപ്രാവശ്യത്തെ സൗദി നാഷണൽ ഡേയുടെ തീം വി ഡ്രീം ആൻഡ് അച്ചീവ് എന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൗദി വിഷൻ 2030 ഇവിടെ കുറേ ഹൈലൈറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഈ ഒരു ഫയർ വർക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഇവർ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ എല്ലാവരും വന്നിരുന്നു കാണാനായിട്ടൊക്കെ. അപ്പോൾ 9 മണിക്കായിരുന്നല്ലോ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു 9 മണി ടൈം ആയപ്പോഴേക്കും ഇവിടെ എല്ലാവരും എത്തി. ഇവിടെ എല്ലാവരും കാർ പാർക്കിംഗ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഇവിടെ കുറേ ഡെസേർട്ടിൽ കുറേ ഒരു ഉയർന്ന പ്രദേശമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഉയർന്ന ആ ഒരു പ്രദേശത്തൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫാമിലി അല്ലാത്തവരൊക്കെ അതിൻ്റെ മേലെയായിരുന്നു ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സൈറ്റ് കിട്ടുമല്ലോ. നമ്മളൊക്കെ സാധാരണ പാർക്കിലിരുന്നിട്ടാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇത് കുറേ നേരം ഉണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ്. അപ്പോൾ ഫൈനലാകുമ്പോഴേക്കും നല്ല രസമായി കാണാനായിട്ട്. അങ്ങനെ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായി. നമുക്കും ഇതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി, കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ടൈമിങ്ങിന് തന്നെ 9 to 9:05 വരെ തന്നെയായിരുന്നു കേട്ടോ. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ അപ്പോൾ നല്ല റഷായിരുന്നു കേട്ടോ. ഇതേപോലെ എല്ലാവരും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഹോൾട്ട് ചെയ്തിരുന്നു, കാരണം കുറച്ച് തിരക്കൊഴിയട്ടെ എന്ന് കരുതി. അങ്ങനെ ഇതേപോലെ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ എല്ലാ കാറും ഇതേപോലെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയപ്പോൾ ഞങ്ങളും പതിയെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഈ വരുന്ന വഴിയിലൊക്കെ ഇതേപോലെ ബിൽഡിങ്ങൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ ലൈറ്റ് വെച്ചിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ കിങ് ഓഫ് സൗദി അറേബ്യ, അതായത് കിങ് സൽമാൻ ബിൻ അബ്ദുൾ അസീസും അതേപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് സൗദി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസിൻ്റെയും അവരുടെ എല്ലാം വാൾപേപ്പറാണ് ഈ ഒരു ബിൽഡിങ്ങുമ്മേ നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് സൗദി ഇവിടുത്തെ തബൂക്ക് റീജിയൻ്റെ അഗ്രികൾച്ചറൽ ഒഫീഷ്യൽ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരു ബിൽഡിംഗ് ആണിത്. അങ്ങനെ ഒരുപാട് ഒഫീഷ്യൽ ബിൽഡിങ്ങുള്ള ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാനിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ടൊക്കെ. ഗ്രീൻ കളറായിട്ട് ലൈറ്റെല്ലാം, ഇതൊക്കെ ഒഫീഷ്യൽ ബിൽഡിങ്ങാണ്. അപ്പോൾ നമുക്ക് നോർമൽ സിറ്റീസിനൊന്നും ഇവിടെ കയറാനുള്ള ഇതൊന്നുമില്ല. അങ്ങനെ ഈ ഒരു റീജിയൻ മുഴുവൻ ഇവിടെ ഒരു ഫുൾ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ സെലിബ്രേഷനും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി. അപ്പോൾ ഇത് പോണ വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. ഇതേപോലെ ഇവിടുത്തെ എല്ലാ റോഡ് സൈഡിലുള്ള ഷ്രബ്സും ട്രീസൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്